ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേദക്കുട്ടൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് പോവാണ്, മസ്കറ്റിലേക്ക് പോവാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക, കൊച്ചിയിലെത്തി കേട്ടോ. അപ്പോൾ കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ചെക്കിങ്ങും അതുപോലെ തന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വേദക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര സന്തോഷത്തിലുമാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ സമയം ചിലവഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നേരം ഇരിക്കും, കുറച്ച് നേരം ഇങ്ങനെ അത് കൂടെ നടക്കും, വേദുവിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ സമയം പോയി. അപ്പം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായിട്ടോ. ഫ്ലൈറ്റ് വന്നു. അപ്പം നമ്മളിത് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ മസ്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും നാളും സലാലയിലായിരുന്നു. പിന്നെ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്നു. ഇപ്പോൾ ഇതേ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മൾ ഒമാനിലേക്ക് പോകാം. പക്ഷേ ഇപ്രാവശ്യം മസ്കറ്റിലേക്കാണ് പോകണം കേട്ടോ. അപ്പോൾ അതും വേദക്കുട്ടൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ജേർണി എന്ന് പറയാം. അപ്പോൾ കോൾഡ് അടിച്ചിട്ട് മീൻസ് ഏർലി മോർണിംഗൊക്കെ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് വന്നു. പിന്നെ ഫ്ലൈറ്റിലും തണുപ്പ് എല്ലാം കൂടിയായിട്ട് വേദുവിന് കോൾഡ് പിടിച്ചു, ചെറുതായിട്ട് പനി ഉണ്ടായി. അപ്പോൾ നമ്മളതിൽ മെഡിസിൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അത് നമ്മൾ മാനേജ് ചെയ്തു. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ വേദു കുറച്ച് നേരം ഉറങ്ങി, കുറച്ച് നേരമൊക്കെ വാശി പിടിച്ചു. അറിയാമല്ലോ, കോൾഡ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. പിന്നെ കുട്ടിയല്ലേ, 3 മണിക്കൂറൊക്കെ ഒരേപോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതും പോസിബിൾ അല്ല. കുറച്ച് നേരം എടുത്ത് നടക്കും. പിന്നെ പാസഞ്ചേഴ്സ് കുറവായതുകൊണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ടിക്കറ്റിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡ് കിട്ടി. അപ്പോൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരി ആയിരുന്നു. പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡെസേർട്ടായിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കോംപ്ലിമെൻ്റായിട്ട് നമുക്ക് കേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്തതാ നമ്മൾ മസ്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒമാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേദക്കുട്ടനും നമ്മളും മസ്കറ്റിലെത്തി കേട്ടോ. അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയെന്ന് പറയാൻ പറ്റില്ല, എത്തി. ഇപ്പോൾ എയർപോർട്ടിലെത്തി. അപ്പോൾ പുറത്ത് എന്തായാലും പപ്പ നിൽക്കുന്നുണ്ടാവും, ബിക്കോസ് മോനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ. കാരണം ജനിച്ച സമയത്ത് കണ്ടതാണ്, പിന്നെ വീഡിയോ കോൾ വഴിയല്ലേ കാണുന്നത്. എല്ലാ പ്രവാസികളുടെയും ഒരു വിഷമതാണ്. അപ്പോൾ ഇതിപ്പോൾ അടുത്ത് കാണാൻ പോവാണ്. അപ്പോൾ വേദക്കുട്ടനും ഭയങ്കര സന്തോഷത്തിലാണ്. ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു അനുഭവം. അപ്പോൾ അവൻ പുറത്ത് കാണുന്നുണ്ട്, ഫ്ലൈറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എൻജോയ് ചെയ്തു. എന്തായാലും ചെറിയ വയ്യായ്കളുണ്ടായിരുന്നു, അതിപ്പോൾ തണുപ്പിൻ്റെയും കൂടിയാണ്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു യാത്രയൊക്കെ. അവൻ ഭയങ്കര എൻജോയ് ചെയ്തു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ നമ്മളിത് എയർപോർട്ടിലെത്തി. അപ്പോൾ പുറത്ത് പപ്പയെ കണ്ടു. അപ്പോൾ ആദ്യമൊക്കെ ഒരു മസിൽ പിടുത്തമുണ്ടായി, പിന്നെ അവർ രണ്ടുപേരും ഭയങ്കര സിങ്കായി കേട്ടോ. പപ്പയും മോനും. പപ്പയുടെ കുട്ടിയാണ്, ബിക്കോസ് അവൻ ആദ്യമായിട്ട് അവൻ സംസാരിക്കുന്നത് പപ്പ എന്നാണ്. അപ്പോൾ അവരങ്ങനെ സെറ്റായി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ സലാലയാകുമ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ വീട്. പക്ഷേ ഇത് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ.